നിങ്ങളുടെ ഫോൺ നിങ്ങൾ എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര തവണ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാറുണ്ടോ? പക്ഷേ പലരും ഒരിക്കലും റീസ്റ്റാർട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഫോൺ സ്ലോ ആകുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനായിട്ട് റീസ്റ്റാർട്ടിംഗ് കൊണ്ട് സാധിക്കും. കൂടാതെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന പല അനാവശ്യ ആപ്പുകളും ഇത് ക്ലിയർ ചെയ്യുന്നതിനും റീസ്റ്റാർട്ടിംഗ് കൂടി നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ബാറ്ററി പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനും കൂടാതെ ഈ ഓവർ ഹീറ്റിംഗ്, ബാറ്ററി ഡ്രെയിൻ ആകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ കൂടി ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഈ ഹാങ് ആയി പോകുന്നൊരു അവസരം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസം ഒരിക്കലോ ഒക്കെ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്താൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ളവ ലാഗാകുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുന്നതിനും ഇത്തരത്തിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് പലപ്പോഴും കാൾ ഡ്രോപ്പായി പോവുക, മൊബൈൽ ഡാറ്റ സ്ലോ ആയി പോവുക, വൈഫൈ ഇഷ്യൂസ് വരിക, ഇത്തരത്തിലെല്ലാം വരുമ്പോൾ നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. കൂടാതെ നമ്മുടെ ഫോൺ എപ്പോഴും സേഫായിട്ടും സ്മൂത്തായിട്ടും വർക്ക് ചെയ്യുന്നതിനായിട്ട് ഈ ഫോൺ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ബഗ്സുകൾ, മൈനർ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഇവയെല്ലാം റീസ്റ്റാർട്ടിംഗ് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ പ്രധാനമായിട്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 2 ദിവസം ഒരിക്കലെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ മറ്റുള്ള ഇത്തരത്തിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.